അങ്ങനെ സംഭവബഹുലമായ പാവ ടാസ്ക് അവസാനിച്ചു. അപ്പോൾ എന്താ പറയുക, ഒരു ഗ്രേറ്റ് കംബാക്ക് എന്നൊക്കെ പറയുന്ന പോലെ അനുമോള് ആ കരഞ്ഞ് നിലവിളിച്ചെടുത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന് സെക്കൻഡ് പൊസിഷനിലെത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ആര്യനാണ് 145 പോയിൻറ്റ്, സെക്കൻഡ് അനുമോളും അനീഷുമാണ് 120 പോയിൻറ്റ്. അവിടെ അക്ബർ പോയിൻ്റൊന്നും ഇല്ലാതെ 3G ആയിരിക്കുകയാണ്. സംഭവം രാവിലെ അനുമോളെ എന്താ പറയുക, തവളയുടെ മുകളിൽ ടിപ്പർ കയറിയ അവസ്ഥ പോലെയായിരുന്നു അനുമോൾ രാവിലെ ഉണ്ടായിരുന്നത്. അനുമോളുടെ ദേഹത്ത് അക്ബർ ഫുൾ വെയിറ്റ് ഇട്ട് പാവയെ പിടിക്കാൻ പോയിട്ട് അനുമോളുടെ മൂക്കിൽ നിന്ന് ചോര വരികയൊക്കെ ചെയ്തിരുന്നു. ഫുൾ എന്താ പറയുക സൈഡാക്കി വെച്ചായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് റൗണ്ട് വന്നപ്പോൾ അനുമോളുടെ പാൻറ്റിൻ്റെ അടിയിൽ നിന്ന് പോലും പാവയൊക്കെ നെവിനൊക്കെ മോഷ്ടിച്ച് കൊണ്ടുപോയി. അങ്ങനെ മൊത്തത്തിൽ ഡൗണായി നിലവിളിച്ച് എന്താ പറയുക മൊത്തം ചീറ്റിപ്പോയ അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് മൂന്നാമത്തെ റൗണ്ടിൽ അനുമോൾക്ക് ഫ്രണ്ടിൽ തന്നെ നിൽക്കാൻ പറ്റി. അങ്ങനെ അവൾ കുറേ പാവയൊക്കെ എടുത്ത് അങ്ങനെ ലാസ്റ്റ് സെക്കൻഡ് പൊസിഷനിൽ എത്താൻ പറ്റി. അപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞ പോലെയാണ്. ഇവർ അക്ബറിനും ആര്യനൊക്കെ ഒരു വിചാരമുണ്ട് അവർ മാത്രമേ ഉള്ളൂ ഗെയിമേഴ്സ്, ബാക്കിയുള്ളവരൊന്നും ഗെയിമേഴ്സ് അല്ല എന്നുള്ള രീതിയിൽ. ഇതിൽ അക്ബർ എടുത്തു വെച്ച പാവ ആദില മോഷ്ടിക്കുകയാണ് ഉണ്ടായത്. ആദില മോഷ്ടിച്ചു. അപ്പോൾ ഈ ഗെയിമിനകത്ത് മോഷ്ടിക്കുക എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദില ചെയ്തു. അതുകൊണ്ട് ആദിലയുടെ ഗെയിമിനെ കുറ്റം പറയില്ല, അത് ആദിലയുടെ ഗെയിമാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ബോളിൻ്റെ ടാസ്ക് വന്നപ്പോൾ ഒരു റൗണ്ട് റദ്ദാക്കിയപ്പോൾ, അതായത് സെക്കൻഡ് പൊസിഷനിലുണ്ടായിരുന്ന അനീഷ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന സമയത്താണ് ടാസ്ക് ആ ഒരു റൗണ്ട് റദ്ദാക്കിയപ്പോൾ അനീഷ് അത്രയും എടുത്ത എഫേർട്ട് നഷ്ടപ്പെട്ടു പോയല്ലോ. അപ്പോൾ അനീഷ് അവിടെ എന്തെങ്കിലും സങ്കടപ്പെടുന്ന ഒരു സീനുണ്ടായിരുന്നു. അപ്പോൾ ഈ അക്ബർ ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഡ്രാമ നോക്കട്ടെ, ഡ്രാമ എന്തോ ഡ്രാമയാന്നൊക്കെ. അതേപോലെ അക്ബറിൻ്റെ കയ്യിലുള്ള എല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ അക്ബർ ഇവിടെ കിടന്ന് കരഞ്ഞ ഡ്രാമ കളിക്കുന്നുണ്ട്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെയാണ്. ബാക്കിയുള്ളവർക്ക് വേദന വരുമ്പോൾ ഇവൻ ഇവിടെ കിടന്ന് ചിരിക്കും. ഇപ്പോൾ സ്വന്തം കണ്ണിൽ വേദന വന്നപ്പോഴാണ്, സ്വന്തം ഇത് പോയപ്പോഴാണ് അവന് വേദന എന്താണെന്ന് മനസ്സിലായത്. പിന്നെ അനുവിന് ഈ ഒരു സെക്കൻഡ് പൊസിഷൻ കിട്ടിയതിന് ഇവർക്ക് ഭയങ്കര അസൂയാണ്. കാരണം ഈ അക്ബറിൻ്റെ പാവ അടിച്ചു മാറ്റിയിട്ടാണ് അനു സെക്കൻഡ് പൊസിഷൻ എത്തിയെന്നൊക്കെയാണ് പറഞ്ഞ് നടക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, അനു കഷ്ടപ്പെട്ടെടുത്ത സാധനം തന്നെയാണ്. പിന്നെ ഇനിയിപ്പോൾ ആര്യം പറയുന്നത് പിന്നെ അക്ബറിന് പോയിൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവനൊരു കോമ്പറ്റീഷൻ ഇല്ല. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലല്ലേ കയറി വരാൻ പറ്റൂ. ഇതിപ്പോൾ അനീഷേട്ട ഫസ്റ്റ് കയറി വരുമെന്ന്. അനീഷ് എന്താ കോമ്പറ്റീറ്റർ അല്ലേ? അക്ബറുണ്ടെങ്കിൽ മാത്രമേ കോമ്പറ്റീഷനുള്ളൂ. അങ്ങനെ അനീഷ് കയറി വരണം എന്ന് തന്നെയാണ് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവരും പിന്നെ നെവിനും അക്ബറും ആര്യനും മൂന്നും കൂടെ ഭയങ്കര ഒത്തുകളിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഒത്തുകളി. ഒരാളെ ജയിപ്പിക്കരുത് എന്നുള്ള ഒരു ഇതിൽ ഉള്ള കളിയാണ് മൊത്തത്തിൽ നടക്കുന്നത്. എന്നാൽ ഡാൻസ് മാരത്തോൺ ടാസ്ക് മുതലേ അനുമോളെ ഒരു തരത്തിലും ജയിപ്പിക്കരുതെന്നുള്ള ഒരു ചിന്തയാണ് ഇവർക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ള റൗണ്ടുകളിലും എല്ലാം. ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഇതായിട്ടാണ് കളിക്കുന്നത്.